ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് KSEB നിങ്ങളുടെ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. അഥവാ ഫോൺ നമ്പർ നൽകിയിട്ടില്ലെങ്കിൽ പുതിയത് നൽകുന്നത് എങ്ങനെയെന്നുള്ളതാണ്. അതായത് ഇലക്ട്രിസിറ്റി ബോർഡിൽ. അപ്പം നമ്മൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിളിൽ KSEB ഓൺലൈൻ സർവീസസ് എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. അപ്പോൾ ഒരു പുതിയ വിൻഡോ വരും. അതിൽ തൊട്ട് താഴെ കാണുന്ന KSEB വെബ് സെൽഫ് സർവീസസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന വിൻഡോയിൽ രജിസ്റ്റർ മൊബൈൽ അല്ലെങ്കിൽ ഇമെയിൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിലെ കൺസ്യൂമർ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക. അതിനുശേഷം ആ ബില്ലിൽ തന്നെ ഉണ്ടായിരിക്കും ബിൽ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക. പിന്നീട് തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച അതേപോലെ ടൈപ്പ് ചെയ്ത് നൽകുക. അതിനുശേഷം വാലിഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പിന്നീട് വരുന്ന വിൻഡോയിൽ നമ്മുടെ മൊബൈൽ നമ്പർ നിലവിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് നമ്പറാണെന്നുള്ളത് നമ്പറിൻ്റെ ആദ്യത്തെ 4 അക്കവും അവസാനത്തെ അക്കവും കാണിക്കും. പിന്നീട് ഇമെയിൽ ID കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും, ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ അത് നമ്മൾ ആ മൊബൈൽ നമ്പറിൻ്റെ നേരെ കാണുന്ന ഓപ്ഷനിൽ ആ ചേഞ്ച് എന്നുള്ള, അതായത് ഫോൺ നമ്പർ നിലവിൽ ഇതിൽ കിടക്കുന്നത് തന്നെ മതിയെങ്കിൽ ഓക്കെ, അതല്ല പുതിയത് മാറ്റണമെങ്കിൽ ചേഞ്ച് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഫോൺ നമ്പറാണ് മാറ്റുന്നതെങ്കിൽ അതിൻ്റെ നേരെയുള്ള ചേഞ്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതല്ല ഇമെയിൽ ID നമുക്ക് കൊടുക്കണമെങ്കിലും ആ ഇമെയിൽ നേരെയുള്ള ചേഞ്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം മൊബൈൽ നമ്പർ എന്നുള്ളതിന് നേരെ കാണുന്ന ചേഞ്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മൊബൈൽ നമ്പർ എന്നുള്ളിടത്ത് തൊട്ട് താഴെ ആ ബോക്സ് ആക്റ്റീവ് ആകും. അതായത് നമുക്ക് പുതിയ നമ്പർ നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ പുതിയ നമ്പർ നൽകിയതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമുക്ക് ഇമെയിൽ ID നൽകണമെങ്കിൽ ഇമെയിൽ IDയുടെ തൊട്ട് നേരെ കാണുന്ന ചേഞ്ച് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇമെയിൽ IDയുടെ തൊട്ട് താഴെ കാണുന്ന ബോക്സ് ആക്റ്റീവ് ആകുന്നതാണ്. അവിടെ നമുക്ക് നമ്മുടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. ഇമെയിൽ ID കമ്പൽസറി അല്ല, ഉള്ളവർക്ക് അത് നൽകാം. നമ്മുടെ മെയിലിനകത്തോട്ട് നമുക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലുമായിട്ട് ബന്ധപ്പെട്ട മെസ്സേജുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എങ്കിലും ഫോൺ നമ്പർ നിർബന്ധമായി നമ്മൾ അപ്ഡേറ്റ് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് തൊട്ട് താഴെ കാണുന്ന അപ്ഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നൽകിയ മൊബൈൽ നമ്പർ മാത്രമേ നൽകിയിട്ടുള്ളെങ്കിൽ ആ മൊബൈലിലേക്ക് OTP വരും. നമ്മൾ നൽകിയ മൊബൈൽ നമ്പർ ഇമെയിൽ IDയും കാണിക്കുന്ന ഒരു ബോക്സാണ് പിന്നീട് വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന സെൻഡ് OTP ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ മാത്രമേ നൽകിയിട്ടുള്ളെങ്കിൽ മൊബൈൽ OTP കൊടുത്താൽ മതി. അതെല്ലാം ഇമെയിൽ ID നൽകിയിട്ടുണ്ടെങ്കിൽ ഇമെയിൽ OTPയും കൊടുക്കണം. അപ്പോൾ രണ്ടിടത്തും മൊബൈൽ OTP എന്നുള്ളിടത്ത് മൊബൈലിൽ വന്ന OTP നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക. ഇമെയിൽ OTP എന്നുള്ളിടത്ത് ഇമെയിൽ IDയിൽ വന്ന OTP ടൈപ്പ് ചെയ്ത് നൽകുക. അതിനുശേഷം അതായത് OTP ലഭിച്ചില്ലെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും തൊട്ട് താഴെ കാണുന്ന ക്ലിക്ക് ഹിയർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് OTP വീണ്ടും ലഭിക്കുന്നതല്ല, OTP ലഭിക്കുന്നതായിരിക്കും. OTP വന്നില്ല. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന OTP നൽകിയതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന സബ്മിറ്റ് OTP എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ കൺസ്യൂമർ പ്രിഫറൻസ് അപ്ഡേറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുക. അതായത് നമ്മുടെ ഫോൺ നമ്പർ മാത്രമേ നൽകിയിട്ടുള്ളെങ്കിലോ ഇമെയിൽ ID നൽകിയിട്ടുണ്ടോ ഏതാണെന്ന് വെച്ചാൽ അപ്ഡേറ്റ് ആയെന്നുള്ള മെസ്സേജ് നമുക്ക് കിട്ടുന്നതായിരിക്കും.